നമസ്കാരം. പണ്ടൊരു സാഹിത്യ സമ്മേളനത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യനായിരുന്ന കെ ദാമോദരൻ തൻ്റെ തോൾസഞ്ചിയിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് പ്രസിദ്ധ നിരൂപകനായിരുന്ന കുട്ടിക്കൃഷ്ണ മാരാർക്ക് സമ്മാനിച്ചു. മാരാർ പുറഞ്ചട്ട നോക്കി സാവധാനത്തിൽ പുസ്തകത്തിന്റെ പേര് വായിച്ചു. കാട്ടാളത്തത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക്. വായിച്ചു തീർന്ന ശേഷം ദാമോദരനോട് ഒരു ചോദ്യം: കാട്ടാളത്തത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് അത്ര ദൂരമുണ്ടോ? ദാമോദരൻ ഉൾപ്പെടെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സത്യത്തിൽ ഈ ദൂരം എത്ര കണ്ട് കുറയ്ക്കാമോ അത്ര കണ്ട് കുറച്ചു കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമമാണ് ഇളമരം കരീമിനെ പോലുള്ള പാർട്ടിയിലെ വൻമരങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് നടയിലിരുന്ന് ജീവിക്കാനായി സമരം നടത്തുന്ന ആശാവർക്കർമാരെല്ലാം ഈർക്കിൽ സംഘടനയിൽപ്പെട്ടവരാണ് എന്നാണ് ഇളമരം കരീമിന്റെ കണ്ടെത്തൽ. എല്ലാ കാലത്തും ഇളമരം കരീമിന് തെങ്ങ് പ്രിയപ്പെട്ട വൃക്ഷമാണ്. VS മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് HMD ഭൂമി വിവാദം കൊഴുത്തപ്പോൾ ഭൂമിയിലല്ലാതെ വികസനം തെങ്ങിന്റെ മണ്ടയിൽ നടത്തുമോ എന്ന് ചോദിച്ച് കേരം തെങ്ങും കേരള നാടിനെ ആകെ പുളകമണിയിച്ചിട്ടുള്ളയാളാണ് ഈ കരീം. തുരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ മാത്രം കരീമിക്കയായി ജനങ്ങളുടെ കരിക്ക് പോലത്തെ ഹൃദയത്തിലേക്ക് ഏണിവെച്ച് കയറാം എന്ന് കരുതിയ കരീമിനെ ലോക്സഭാ തുരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച കോഴിക്കോട്ടുകാരെ സത്യം പറഞ്ഞാൽ തേങ്ങ വെച്ച് എറിയണം. ഇത്ര വിവരമുള്ളയാളെ തോൽപ്പിക്കാൻ സന്മനസ്സുള്ള കോഴിക്കോടുകാർക്ക് എങ്ങനെ മനസ്സ് വന്നു? സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പകുതിയോളം പോലും അണികളില്ലാത്ത ഈർക്കിൽ പാർട്ടികളെ കൂട്ടി ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ നേതാവാണ് ഈർക്കിൽ എന്ന് വിളിച്ച് പൊതുനിരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നത്. മൂക്കോളം മുങ്ങിയാൽ അതിനു താഴെ നാണത്തിനെന്തു പ്രസക്തി എന്ന മട്ടിലാണ് കരീമിന്റെ ചോദ്യങ്ങൾ. പക്ഷേ തെങ്ങിനോളം വളർന്നാലും ഈർക്കിലിയോളമെങ്കിലും കാതൽ വേണം എന്ന തേങ്ങാ പ്രമാണം കരീം ഒരിക്കലും മറക്കരുത്. എന്തു ചെയ്യാനാ? തെങ്ങും ഓലവലിയുമൊക്കെ വലിയ ഇഷ്ടമാണെങ്കിലും തേങ്ങയുടക്കേണ്ടിടത്ത് ചിരട്ടയുടക്കാനേ കരീമിനറിയൂ. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും സഖാവേ. ഈർക്കിലികൾ ഒന്നിച്ചാൽ ചൂലാകും എന്നും അതുകൊണ്ട് അടിച്ചാൽ പലതും പലരെയും വൃത്തിയാക്കാമെന്നും കരീമിനറിയില്ലെങ്കിലും ആശാവർക്കർമാർക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിലും തേങ്ങ ചോരുന്നത് കരീം സഖാവ് കാണൂല്ലല്ലോ, എള്ളു ചോരുന്നതേ കാണൂ. PSC മെമ്പർമാർക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നത് കാണില്ല. ആശാവർക്കർമാർ ഇത്തിരിയോളം ആനുകൂല്യം കൂട്ടിച്ചോദിച്ചാൽ അത് കൃത്യമായി കാണും. കാരണം അത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിനെതിരെയുള്ള കുത്തിത്തിരിപ്പാണല്ലോ. പണ്ടൊരിക്കൽ ഇളമരം ദേശത്ത് കുടിവെള്ളം കലക്കി എന്ന കുറ്റം ആരോപിച്ച് ഒരു ആട്ടിൻകുട്ടിയെ അകത്താക്കാൻ ഒരു ചെന്നായ ശ്രമിച്ചു. പ്രതി കുറ്റം നിഷേധിച്ചപ്പോൾ നീയല്ലെങ്കിൽ നിന്റെ തള്ളയായിരിക്കും കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞ് ആട്ടിൻകുട്ടിയുടെ കഴുത്തിൽ ചെന്നായ കടിമുറുക്കി എന്നൊരു കഥയുണ്ട്. സമരത്തിന് മാധ്യമ ശ്രദ്ധയും പൊതുജന പിന്തുണയും ഏറുന്നു എന്ന് കണ്ടതോടെ ചാനൽ പ്രളയത്തിന് മുന്നിൽ കരിമീൻ പോലെ പിടയ്ക്കുകയാണ്. അതിനിടയിലാണ് അഖില ലോക തൊഴിലാളി നേതാവായ കരീമിന് ആ വെളിപാടുണ്ടായത്. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ പാട്ടപ്പിരിവ് സംഘടനകളാണ് എന്നാണ് അദ്ദേഹം ഗവേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളത്. പാളേക്കഞ്ഞി കുടിച്ചിരുന്ന നിസ്വവർഗത്തിനു വേണ്ടി സമരം നടത്തിയ പാർട്ടിയുടെ ബക്കറ്റ് പിരിവ് നടത്തി പടർന്നു പന്തലിച്ച പാർട്ടിയുടെ ഒരു തൊഴിലാളി സഖാവിന് എന്നു മുതലാണ് പാട്ടപ്പിരിവിനോട് ഇത്രയ്ക്ക് അലർജി ആയത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. പരിപ്പുവടാനന്തര കാലത്ത് ബക്കറ്റ് പിരിവിൽ നിന്ന് മുതലാളിമാരുടെ പോക്കറ്റ് പിരിവിലേക്ക് പാർട്ടി വളർന്നതിന്റെ അഹങ്കാരമാകും കരീമിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഹരമായിരിക്കുകയാണത്രേ. എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് സമരത്തെയും സമരക്കാരെയും അധിക്ഷേപിക്കുന്ന കരീമാണ് മാധ്യമ അറ്റൻഷനെ കുറിച്ച് കളിയാക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിനായി മതിലുകെട്ടിയ പാർട്ടി എന്ന നിലയിൽ കരീമിക്കയെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഗോവിന്ദൻ മാഷിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെങ്കിലും കഴിയട്ടെ എന്ന് കപ്പിനും ചുണ്ടിനുമിടയിൽ ഫാസിസവുമായി വാണരുളുന്ന
നരേന്ദ്രമോദി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.